വർക്കിക്ക് വലിയൊരു അടി കിട്ടിയിരിക്കുകയാണ്. ആശകൾ കൊണ്ട് കൊട്ടാരം പണിയാനായിരുന്നു പുള്ളിയുടെ മോഹം. അതിന്റെ മുന്നിൽ ഇപ്പോൾ വലിയൊരു മതില് വന്നതുപോലെയായി അവസ്ഥ. പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഉയരുന്നതിനിടെ കോൺഗ്രസിൽ ആഭ്യന്തര കലഹമെല്ലാം തുറന്ന പോരാട്ടമായി മാറുകയാണ്. ആറന്മുള നിയമസഭാ മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ഭിന്നത രൂക്ഷമാകുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് മണ്ഡലത്തിൽ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രെൻഡും അതാണല്ലോ. പത്തനംതിട്ടയ്ക്ക് അബിൻ വർക്കിയെ വേണ്ട എന്ന വാചകങ്ങളുമായാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ പോസ്റ്ററുകൾ മുളപൊട്ടിയിരിക്കുന്നത്. പത്തനംതിട്ട നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പ്രസ് ക്ലബ് പരിസരം, കുമ്പഴ, ചെന്നീർക്കര, ഓമല്ലൂർ എന്നിവിടങ്ങളിൽ ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. KPCC തയ്യാറാക്കിയ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ അബിൻ വർക്കിയുടെ പേര് ഉൾപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ചയായി പ്രാദേശിക തലത്തിൽ അമർഷം നിലനിന്നിരുന്നു. ഇതിന്റെ പരസ്യമായ പ്രകടനമാണ് ഇപ്പോൾ പോസ്റ്റർ പ്രചാരണത്തിലൂടെ പുറത്തു വന്നത്. ആറന്മുള മണ്ഡലത്തിൽ പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളെ അംഗീകരിക്കില്ലെന്ന കർശന നിലപാടിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. മണ്ഡലത്തിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു പരിചയമുള്ള പ്രാദേശിക നേതാക്കളെ പരിഗണിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇറക്കുമതി സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുന്നത് താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുമെന്നും പോസ്റ്ററുകൾ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ നേരിടാൻ ശക്തനായ ഒരു പ്രാദേശിക സ്ഥാനാർത്ഥി തന്നെ വേണമെന്നാണ് അണികൾക്കിടയിലെ പൊതുവികാരം. KPCC ജനറൽ സെക്രട്ടറിമാരായ ജോർജ് മാമൻ കൊണ്ടൂർ, പഴകുളം മധു, മുൻ DCC പ്രസിഡന്റ് P മോഹൻരാജ്, DCC വൈസ് പ്രസിഡന്റ് റോബിൻ പീറ്റർ എന്നിവരുടെ പേരുകളാണ് മണ്ഡലത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. 2 ആഴ്ച മുൻപ് പത്തനംതിട്ട DCCയിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ തന്നെ പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥിയെ അനുവദിക്കില്ലെന്ന് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് A സുരേഷ് കുമാർ, നാസർ തോണ്ടമണ്ഡൽ, ജാസിൻകുട്ടി തുടങ്ങിയവർ വ്യക്തമാക്കുകയും ചെയ്തതാണ്. പ്രാദേശിക നേതാക്കളുടെ ഈ നിലപാട് നിലനിൽക്കെയാണ് ഇപ്പോൾ പോസ്റ്റർ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. അതേസമയം കോൺഗ്രസിനുള്ളിൽ കലഹമുണ്ടാക്കാൻ CPM പ്രവർത്തകരാണിത് ആസൂത്രിതമായി പ്രചരിപ്പിച്ചതെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്ന കാര്യം. എന്നാൽ പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളാതെ നേതൃത്വം മുന്നോട്ട് പോയാൽ അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്ന ആശങ്കയും പാർട്ടിക്കുണ്ട്. വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ കൂടുതൽ ചൂട് പിടിക്കാനാണ് സാധ്യത. പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിന് ലഭിക്കുന്നത് വെറും 4 മണ്ഡലങ്ങൾ മാത്രമാണ്. എന്നാൽ വർഷങ്ങളായി സംഘടനാ പ്രവർത്തനം നടത്തി കേസുകളും പട്ടിണിയും സഹിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രാദേശിക നേതാക്കളെ അവഗണിച്ച് പുറത്തു നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ പണയം വെക്കുന്നതാണെന്നാണ് വിമർശനം. പത്തനംതിട്ടയിലെ കോൺഗ്രസുകാരുടെ ഹൃദയവികാരത്തെ മുറിവേൽപ്പിക്കരുത്. ഇവിടെ പ്രവർത്തനമൊന്നും അറിയാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കി ഞങ്ങളെ അപമാനിക്കരുത് എന്ന സന്ദേശമാണ് പോസ്റ്ററുകൾ നൽകുന്നത്. നിയമസഭയിൽ 5 MLA-മാരെ അയക്കണമെന്നത് കോൺഗ്രസുകാരുടെ ആഗ്രഹമാണെങ്കിലും അത് നമ്മളിൽ നിന്നൊരാളായിരിക്കണമെന്ന ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്. പ്രാദേശിക പ്രവർത്തകരുടെ ഈ വികാരം അവഗണിച്ചാൽ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാക്കുമെന്ന മുന്നറിയിപ്പും പോസ്റ്ററുകൾ നൽകുന്നുണ്ട്. ആറന്മുളയിലോ റാന്നിയിലോ അബിൻ വർക്കിയെ സ്ഥാനാർത്ഥിയാക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നതോടെയാണ് പ്രതിഷേധം കൂടുതൽ ശക്തമായത്. KPCC തയ്യാറാക്കിയ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ അബിന്റെ പേര് ഉൾപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ചയായി ജില്ലയിൽ അമർഷം നിലനിന്നിരുന്നു. അതിന്റെ പരസ്യരൂപമാണ് ഇപ്പോൾ പോസ്റ്റർ യുദ്ധമായി പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിനിടെ ചില പ്രാദേശിക നേതാക്കൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ നേരിട്ട് കണ്ട് പരാതി അറിയിച്ചതായും വിവരമുണ്ട്. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അബിൻ വർക്കി സ്വീകരിച്ച നിലപാടുകളും പാർട്ടിക്കുള്ളിൽ നേരത്തെ തന്നെ വിവാദമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി തന്നെ പത്തനംതിട്ട കോൺഗ്രസിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ പോസ്റ്റർ യുദ്ധം പാർട്ടി നേതൃത്വത്തിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രവർത്തകരുടെ വികാരം അവഗണിച്ച് മുന്നോട്ടു പോയാൽ അത് തെരഞ്ഞെടുപ്പ് ഫലത്തെയും ഗുരുതരമായി ബാധിക്കാമെന്ന ആശങ്കയും പാർട്ടിക്കുള്ളിലുണ്ട്.